ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ ദോശമാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മണിക്കൂർ മുന്നേ ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പിസ്സ പോലെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് സവാള വേണം, അതുപോലെ തന്നെ ക്യാപ്സിക്കം, തക്കാളി, ഇതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം ഒരെണ്ണം, അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം പെട്ടതെന്ന് പറഞ്ഞാൽ ചീസാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ ചീസ് എന്തായാലും വേണം കേട്ടോ. ഇനി നമുക്കിതാ പാന് ചൂടാക്കിയിട്ടുണ്ട്, കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ദോശമാവ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കിയാൽ മതി എന്നാണ് എപ്പോഴും പറയാറ് കേട്ടോ. അങ്ങനെതാ 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പരത്തൊന്നും വേണ്ട, നമ്മൾ ബൺദോശക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പൊ ഇത് നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട്. അതിന്റെ മീതെ ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒറിഗാനോ, ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ എന്റെ കയ്യിൽ ഒറിഗാനോ ഇല്ല, അതുകൊണ്ട് അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് സോസ് തേച്ച് കൊടുക്കുക. ഇനി ഇതിന്റെ മീതെ ചീസ് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് മോസറല്ല ചീസ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, അതൊന്നും കൂടെ നല്ലതായിരിക്കും. എന്നിട്ട് അതിന്റെ മീതെ ക്യാപ്സിക്കം സ്ലൈസ് ആക്കിയത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കുക. തക്കാളി സ്ലൈസ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കട്ടോ. ഇപ്പൊ ഇതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒറിഗാനോ ഇട്ടിട്ടില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ അടുത്തതും 1.5 തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിന് ഞാൻ 4 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഉണ്ടാക്കിയിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ 2 എണ്ണം കൂടി ഉണ്ടാക്കി ചെയ്തത്. കാരണം നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത 2 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം സോസ് വെച്ച് പിന്നെ ചീസ് വെച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഈ സവാള, അതുപോലെ തന്നെ തക്കാളി, ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുക മീതെ. പിന്നെ എന്താ പെപ്പർ പൗഡർ, ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതെല്ലാം ചിലപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികള് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല വിശന്ന് പൊരിഞ്ഞു വരിയിരിക്കും. അപ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റാണ്. ദോശമാവൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.